നമസ്കാരം, ലാവോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചീരത്തണ്ട് വെച്ചിട്ട് ഒരു മോര് കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മോര് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ചീരത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ മൂത്ത തണ്ടൊന്നല്ല, ഇളയ തണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു നാരുണ്ടാവും, അതൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ മൂത്ത തണ്ടാണെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇതുപോലെ ഇളയ തണ്ട് വേണം നമ്മൾ മോര് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നാട്ടിൽ പച്ചക്കറിയൊക്കെ നടൂലേ, ആ ഒരു സമയത്താണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ച ചീരയാണ്. അപ്പോൾ അതിലിതുപോലെ നല്ല തടിച്ച ചീരത്തണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കാരണം മോൻ ക്യാരറ്റ് മാത്രമേ കഴിക്കൂ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാം. കൂടാതെ വെള്ളം കൂടി ഒഴിക്കണം. വെള്ളം എന്ന് പറയുന്നത് അധികം ഒന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. അതുപോലെ തന്നെ കുറച്ച് ജീരകം, അരമുറി തേങ്ങ, ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയേണ്ട. അപ്പോൾ നമ്മൾ 2 വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ കളഞ്ഞ് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ചൂടുണ്ട്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കുക്കറിന് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിൽ പിന്നെ പച്ചക്കറിയൊക്കെ നടുമായിരുന്നു. ആ ഒരു സമയത്ത് ഇതുപോലുള്ള ചീരത്തണ്ട് കിട്ടും. അപ്പോൾ അമ്മയൊക്കെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപഠിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മോര് ഒഴിച്ചു കൊടുക്കാം. ഇവിടുത്തെ മോരെന്ന് പറയുമ്പോൾ പുളി ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മോര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇതിങ്ങനെ കട്ട പിടിച്ചു പോകും. എന്താ പറയുക, എന്തോ പറയാറുണ്ട്, പെരുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി. അങ്ങനെ നമ്മളെ മോരുകറി, ചീരത്തണ്ട് വെച്ചിട്ടുള്ള മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. അങ്ങനെ നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവേണ്ടതാണ്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മഞ്ഞക്കറിയിലേക്ക് നമ്മൾ ഈ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ചീരത്തണ്ട് മോരുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി കാണുന്നത് വരെ ബൈ.